வச்சுக்க வச்சுக்க வாயிடுப்புல இந்த பச்சைக்கிளி சுத்துது ஏன் இருக்குல்ல മച്ചാനും പിള്ളേരുമാണ്. അപ്പൊ ആരാണ് മച്ചാൻ? റിവീൽ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? 15 മാർക്കിന്റെ എസ് എഴുതുന്നത് പോലെ ആ പ്രപ്പോസലൊക്കെ വീട്ടിലാരൊക്കെ ഇവർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നേ വന്നിട്ടുണ്ടായി. ഞാനതൊക്കെ വീട്ടിൽ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. ആള് മറ്റേ ഏത് പാട്ടായിരുന്നു? അത് പാടും. ഞാൻ എന്റെ കൂടെ പാടൂലേ? ഒരു കിന്നര ഗാനം മൂളി അഗ്നി ഇഷ്ടല്ലായിരുന്നു എനിക്ക് കുട്ടികള്. ഇഷ്ടാണോ? കുഴപ്പമില്ലേ? ഇഷ്ടാണ്, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമില്ല. എടുത്തോളൂ. അത് എനിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുളിക്കാൻ ഏറ്റവും വലിയ കോഴി. ശൃംഗാരം, ഹാസ്യം. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എനിക്കൊന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യല്ലേ? ഏറ്റവും നല്ലത് വയനാട്ടിലത്തെ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു ഗസ്റ്റുകളെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് അവരുടെ ഒരു കിടിലം പെർഫോമൻസ് കണ്ടിട്ട് അതിലൂടെ നമുക്ക് അവരെ പരിചയപ്പെടാം. ഓക്കെ, അപ്പം നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, മച്ചാനും പിള്ളേരുമാണ്. വെൽക്കം ടു ദ ഷോ. നല്ല പെർഫോമൻസ് ആയിരുന്നു ഓൾവേസ്. ആക്ച്വലി ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു, അതേപോലെ തന്നെ എനിക്കിങ്ങനെ ആൺപിള്ളേരെ കൈകാര്യം ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ. എനിക്ക് പെൺകുട്ടികളുടെ ഗ്രൂപ്പിന് എങ്ങനെ പെരുമാറണം എന്ന് അറിയില്ല. ഓക്കെ, മച്ചാനും പിള്ളേരുമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. കോളേജിലൊക്കെ പറഞ്ഞോ? ഡാൻസ് കളിക്കുന്ന പോലെ എല്ലാവരുടെയും ഇത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത്ര പേരാണോ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്, അല്ലെങ്കിൽ കുറെ പേരുണ്ടോ? നമുക്ക് എന്തൊക്കെ വിശേഷങ്ങൾ അറിയാനുണ്ട്. ആദ്യം ഏതെങ്കിലും തുടങ്ങണം. 21 ആൾക്കാരുണ്ട്. ഡിഗ്രി തൊട്ടിട്ട് തുടങ്ങിയതാ. അപ്പൊ PG ആയപ്പോ ബാക്കിയുള്ളവര് വേറെ കോളേജിലേക്ക് പോയി. ബാക്കി എല്ലാരും ഇവിടെ ഉണ്ട്. എന്നാലും ബാക്കി ഇപ്പൊ പഠിക്കണ എല്ലാരും ഇവിടെ വന്നിട്ടില്ല. കുറെ ആൾക്കാർ ക്ലാസ്സിന് പോയിട്ടുണ്ട്. കാരണം ക്ലാസ്സിൽ എല്ലാരും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ ആരും ഇല്ല. ഈ മച്ചാനും പിള്ളേരെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നോക്കിയായിരുന്നു നിങ്ങളുടെ യൂട്യൂബൊക്കെ. അപ്പൊ ഈ മച്ചാനെ കാണാൻ പറ്റിയിട്ടില്ല, അത് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പൊ ആരാണ് മച്ചാൻ? എവിടെയാണ് മച്ചാൻ? ആദ്യമായിട്ടാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്. മച്ചാൻ ആരാ? സൂര്യനന്ദനാണ് ഇവരുടെ മച്ചാൻ. നമ്മൾ മച്ചാൻ എന്ന് പറയുമ്പോ ഒരു മച്ചാനായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്നോട് പറഞ്ഞ ഫുൾ ഗേൾസ്. ഞാൻ പറഞ്ഞ മച്ചാൻ എങ്കിലും ഉണ്ടാവല്ലോ, അത് പോയി. അതെന്ത് മച്ചാനും പിള്ളേരും ആ ഒരു പേരിടാനുള്ള റീസൺ എന്തായിരുന്നു? വന്ന സമയത്ത് ഡിഗ്രിക്ക് വന്ന സമയത്ത് വേറെ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എന്നെ ഇങ്ങനെ മച്ചാനേന്ന് വിളിക്കും. അപ്പൊ ഞാൻ അവളെ മച്ചാനേന്ന് വിളിക്കും. അപ്പൊ ഇത് കേട്ടിട്ട് എല്ലാരും എന്നെ മച്ചാനേന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ നമ്മള് ടിക്ടോക്ക് ഉള്ള സമയത്ത് ഒരു റീൽ എടുത്തിരുന്നു. അപ്പൊ അത് ഇട്ടപ്പോ നല്ല റീച്ചായി. അതും ഞങ്ങൾ അതേപോലെ സ്റ്റെപ്പ് മേലെ ഇരുന്നിട്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കത് റീച്ചായി. എല്ലാരും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു റീൽസ് എടുക്കാ വിചാരിച്ചിട്ട് പിന്നെ ഇവളുടെയും ഒക്കെ അക്കൗണ്ടിലേക്ക് ഇടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇവരെ തന്നെ അക്കൗണ്ടിലേക്ക് ഇടല്ലേ, അപ്പൊ നമുക്ക് തന്നെ ഒരു പേജ് തുടങ്ങാം. അപ്പൊ അവിടെ ക്യാമ്പസിൽ എല്ലാവർക്കും മോഹിനിയാട്ടംകാര്, മോഹിനിയാട്ടംകാര് വരുന്നവരൊക്കെ അങ്ങനെയാണ്. മോഹിനി 2001 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം. അങ്ങനെ ഓരോ വർഷം കൂടി വരും. 19, 20, 21 അങ്ങനെ. അപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ. അപ്പൊ ഒന്നും മച്ചാനും പിള്ളേർന്നിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ വിചാരിച്ചു.
അങ്ങനെ തുടങ്ങി reel. ഇവളാണ് ഞങ്ങളെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നതാ, മച്ചാനും പിള്ളേരുമായിട്ട് അങ്ങനെ വന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് മച്ചാനായത്. ഇപ്പൊ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മച്ചാനില്ല ഓക്കെ, ഞാൻ ശരിയാ വന്നപ്പോ മുതല് പുള്ളിക്കാരിയാണ് തോന്നുന്നു എല്ലാരും. ഇവിടെ വന്നപ്പോ ഫുൾ പ്രാക്ടീസ് ഒക്കെ ആളാണ്. അപ്പൊ ശരിക്കും ഈ കൊറിയോഗ്രാഫിയും ഈ സോങ് സെലക്ഷനും ഇല്ല, ഫുൾ ഷോ ആയിരുന്നല്ലേ. അത് വരും, ഇവരാണ് കൊറിയോഗ്രാഫി ആൾക്കാര്. ഡാൻസിന്റെ പിന്നെ രേഷ്മ പറഞ്ഞൊരു കുട്ടിയും കൂടി ഉണ്ട് അവള്. പിന്നെ വീഡിയോസും കാര്യങ്ങളും ഞാന്, ഇവള്, പിന്നെ മീര പറഞ്ഞൊരു കുട്ടിയും കൂടി. എങ്ങനെ ആള് പഠിപ്പിക്കുമ്പോ എങ്ങനെയാ തല്ലാറൊക്കെ ഉണ്ടോ? ആദ്യം കോമഡി ആയിട്ട് നമ്മളിനെ തെറ്റിക്കും ഫസ്റ്റ്, അത് വേറെ കാര്യം. പിന്നെ നോർമലി അവള് സെറ്റ് ആവാൻ വേണ്ടിട്ടാണല്ലോ പറയണ ആള്. നമ്മളെ സമയം വെറുതെ കളയണ്ട. ഒരു പ്രാവശ്യമല്ല തെറ്റിക്കും, ഒരു 5-6 വട്ടം തെറ്റിക്കും. എന്താ ഒരു പ്രാവശ്യമല്ല, ഒരു 5-6 വട്ടം തെറ്റിക്കും. ആണല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇഷ്ടമാണ് മച്ചാൻ എല്ലാവർക്കും. എന്ത് ചെയ്യാനാ? ഈ നിങ്ങളെ മൊത്തം എങ്ങനെയാ കണ്ടുമുട്ടിയത്? അതായത് ഫസ്റ്റിലേ സ്റ്റാർട്ട് ചെയ്തോ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ തുടങ്ങാം? ഇല്ലില്ല, ഒരു ക്ലാസ് ഗ്രൂപ്പ് ആയിരുന്നു ഇത്. ഓക്കെ, ഈ ക്ലാസ്സിൽ തന്നെ എപ്പോഴും എല്ലാവരും എപ്പോഴും ക്ലാസ്സിൽ അറിയുള്ളൂ. അപ്പൊ ക്യാമ്പസിലെങ്കിലും നമ്മളെ 4 ആൾ അറിയട്ടെ വിചാരിച്ചിട്ട് ക്യാമ്പസിലെ എല്ലാ പരിപാടിക്കും ഞങ്ങൾ ഡാൻസ് കളിക്കും. എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഡാൻസ് കളിക്കും. പിന്നെ വീഡിയോ എടുത്തപ്പോ തന്നെ പിന്നെ ഒന്നാമത് ഇങ്ങനെ ഒന്നിച്ചാരും നടക്കൂല. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയാം അവര് കുറച്ച് കാലത്തേക്കുള്ളൂ ഒന്നിച്ച് നടക്കുന്നത്. അപ്പൊ എനിക്ക് വാശിയായി, അങ്ങനെ പാടില്ല, ഞങ്ങൾ ഇനി അങ്ങോട്ട് ഒന്നിച്ചാ നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ്. ഇപ്പൊ എത്ര വർഷമായി മൊത്തം? 5 വർഷം. 5 വർഷമായി മച്ചാനും പിള്ളേരും. എനിക്ക് തോന്നുന്നു യൂട്യൂബ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു. ടിക്ടോക്കില് പുലികളായിരുന്നു, അറിയില്ല. കോളേജിലേക്ക് റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ മച്ചാനും പിള്ളേരും ഭയങ്കര ഫേമസ് ആയി, നാട്ടുകാരൊക്കെ അറിഞ്ഞു. അപ്പൊ അവിടുത്തെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? നാട്ടിലങ്ങനെ പുറത്ത് ചിലപ്പോ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഏറെക്കുറെ ഒന്നാമത് നമ്മൾ സാധാ കോസ്റ്റ്യൂം ഇട്ട് പോകുമ്പോ അവർക്ക് അധികം മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും ഒരുമിച്ച് ഇവിടെ കൊച്ചിയിൽ വന്നിട്ടുണ്ടായി. അപ്പൊ ഇവിടെ ബ്രോഡ്വേന്റെ അവിടെ നിന്ന് നടക്കുമ്പോഴാന്ന് തോന്നുന്നു സൈക്കിളിൽ പോകുന്ന ഏതൊരു ചേട്ടൻ വന്നിട്ട് നിർത്തിയിട്ട് മച്ചാനും പിള്ളേരും അല്ലേ വന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കുട്ടികളൊന്നും മിണ്ടാതിരിക്കണേ. ഞാൻ സംസാരിക്കണ്ടല്ലോ, പക്ഷെ സംസാരിക്കുന്നില്ലല്ലോ. ഇവരുടെ കൂടെ ഇങ്ങനെ ഒക്കെ ഇട്ട് കൊടുത്ത ഓ ചുണ്ടാക്കി കൊടുത്താൽ മതി. മിഥുനയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ പി ജിയിലാണ് നാർൽവിയിലാണ് പഠിച്ചത്. പി ജിയിലാണ് ഇവരുടെ കൂടെ വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല കുട്ടികള്, നല്ല രസമായിരുന്നു. നല്ല പുറത്തൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയുണ്ട്? പുറത്തൊന്നും അങ്ങനെ ഇവിടെ ഫാൻസില്ല. അവർക്ക് തമിഴ്നാട്ടിൽ പേജ് ഉണ്ട്, ഒരു പേജ് ഉണ്ട്. ഓ തമിഴ് ഫാൻസ് ഒക്കെ എന്തോ ഒരു പേജ് ഉണ്ട് ഇതിന് ഒരു വീഡിയോയിൽ ഇല്ലെങ്കിൽ പിന്നെ ആളുകൾ ഞാൻ പോവും എന്റെ കുട്ടി ഇല്ല ഈ വീഡിയോയിലൊന്നും. അവളെ പാക്കലേ എന്റെ വീഡിയോ ഞാൻ പാട്ട് മാറ്റേ. എല്ലാവർക്കും ഉണ്ട് ഫാൻസ്, എനിക്ക് മാത്രല്ല. പിന്നെ നിങ്ങളുടെയൊക്കെ ഫാൻ ബേസ് എങ്ങനെയുണ്ട്? ഇവിടെ ഒരാള് മിണ്ടാതിരിക്കുക. എന്ത് മിണ്ടാത്തെ? ഈ കുട്ടിയാണോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞ എന്താ മിണ്ടാതിരിക്കുന്നത്? മിണ്ടു ഏട്ടായിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഈ വീഡിയോസ് ഒക്കെ വൈറലായ ഒരു സമയത്തെ കോളേജിലെ പിള്ളേരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? മച്ചാനും പിള്ളേരും പോണ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കാണാണ്ട് അവർക്ക് സന്തോഷമായിരിക്കും, പക്ഷെ ഞങ്ങൾ കാണാൻ ഒരു സന്തോഷം കാണിക്കില്ല. ചിലരൊക്കെ വന്ന് പറയട്ടോ നല്ല രസമുണ്ട് നിങ്ങളുടെ വീഡിയോസ്, നിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് ഇത്ര എത്തിയില്ലേ ക്ലാസ് ടൈമിന്റെ ഇടയിലും. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകും, ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമ്പോഴാണ് ടീച്ചേഴ്സ് വരുന്നത്. അപ്പൊ ക്ലാസ് എടുക്കാം. അങ്ങനെ ഇടയിലൊക്കെ പോയി എടുത്തെടുത്ത് അങ്ങനെ സെറ്റായി. അവർക്ക് ഓക്കെയാണ്. കുറെ ആൾക്കാരുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നല്ലേ. ഓക്കെ, ഇപ്പൊ ആദ്യമായിട്ട് വൈറലായത് ടിക്ടോക്കിൽ ഇരുന്ന് എടുക്കുന്ന ഒരു വീഡിയോസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ഐഡന്റിറ്റി ആണ് സ്റ്റെപ്പിൽ ഇരുന്നിട്ടുള്ള ഒരു സാധനം. അത് ആ വീഡിയോ വൈറലായതിനു ശേഷമായിരുന്നോ? ഇല്ല, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം എല്ലാരും എപ്പോഴും എക്സ്പ്രഷൻ ഇടുമ്പോ എല്ലാരും ഓരോരുത്തരായി ചെയ്യുമ്പോ കുറച്ചും കൂടി ഭംഗിയായിരിക്കുമല്ലോ. അങ്ങനെ ചെയ്തു വന്നത്. എപ്പോഴും ഡാൻസ് അല്ലേ, അപ്പൊ എക്സ്പ്രഷൻ മാത്രമായിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ട് ഒരു വട്ടം സ്റ്റെപ്പിലിരുന്ന് എടുത്തു. അത് റീച്ച് ആയപ്പോ ഞങ്ങൾക്ക് പിന്നെ അതന്നെ സ്റ്റെപ്പ് വിടുന്നില്ല. ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മള് ആ മറ്റേ പാട്ട് പോക്കിരീത്ത പാട്ട്. അത്
ആ ഒരു ചെറിയ ഭാഗമേ ഉള്ളൂ, പക്ഷെ ആ ഭാഗമാണ് നല്ല റീച്ച് ആയത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും സംസാരിച്ചില്ലേ, ഇനി നിങ്ങളുടെ ചെറിയൊരു പെർഫോമൻസ് നമുക്ക് കണ്ടാലോ? ഇവിടെ പേരെന്തായിരുന്നു? അനു. ഓക്കെ, അനു സ്റ്റാർട്ടിങ്ങില് ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ മിണ്ടുന്നില്ല. എന്ത് മിണ്ടത്തെ? എങ്ങനെ അനുവിന്റെ ഫാൻസ് എങ്ങനെയുണ്ട്? അയ്യോ, എനിക്കങ്ങനെ വലിയ ഫാൻസ് ഒന്നും ഇല്ല. ആണോ? കമന്റ് ബോക്സിൽ കാണാറുണ്ട്. കണ്ട ഏറ്റവും ഓർമ്മയുള്ള ഒരു മെസ്സേജ് എന്താ? എന്റെ പേഴ്സണൽ അക്കൗണ്ടിലാന്ന് തോന്നുന്നു കിടക്കണത്. കൊറേ കവിത ഒക്കെ ഉണ്ട്. തമിഴായതുകൊണ്ടൊക്കെ വായിക്കാൻ അറിയില്ല. അത് മറ്റേ കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിളിലിട്ട് വായിക്കാൻ പറ്റും. നോക്കാറില്ല. ഈ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? ആദ്യമൊക്കെ വന്നിണ്ടായി. 15 മാർക്കിന്റെ എസ് എഴുതണത് പോലെ ആ പ്രപ്പോസൽ അയക്കുക, ഇന്നതാ ചെയ്യണത്, വീട്ടിലാരോ ഇവരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നേ വന്നിണ്ടായി. ഞാനതൊക്കെ വീട്ടില് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. വീട്ടില് കേൾപ്പിച്ചു കൊടുക്കും. അവരെന്താ പറയാ? അവര് ഭയങ്കര കമ്പനി ഫ്രണ്ട്ലിയാ വീട്ടുകാര്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 15 മാർക്കിന്റെ എസ് ഉണ്ടാവും. അപ്പൊ ഞാനിത്, എനിക്ക് ബ്രദറിന് ഇത് അയച്ചു കൊടുക്കും. അപ്പൊ ആക്കെന്താ, ആക്ക് എളുപ്പമായല്ലോ, ആളത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആക്ക് വേറെ പെണ്ണിനെ അയച്ചു കൊടുക്കാലോ. നിങ്ങൾ ഈ ഫ്ലോപ്പ് അല്ലെങ്കിൽ നല്ല ഗ്രേറ്റ് ഐഡിയ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പാളി പോകുന്ന ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നു. പക്ഷെ നല്ല ഐഡിയാസാ, പക്ഷെ ഇടാൻ പറ്റില്ല. നന്ദുവോ? അങ്ങനല്ല, നന്ദുവോ നമുക്ക് വീഡിയോ ചെയ്താലോ? എന്നിട്ട് എങ്ങനെ കൊണ്ടുവന്ന ഏതെങ്കിലും ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂം ഒക്കെ കാര്യങ്ങൾ ഇവള് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യും. കോസ്റ്റ്യൂമറാ. പാട്ട് എന്തുണ്ടാവും വിളിക്കാനുള്ള റീസൺ? ഞാനത് ഫസ്റ്റ് വന്നപ്പോ ആദ്യം നല്ല തടിച്ചിട്ടായിരുന്നു, ഇതിലും നല്ല തടിച്ചിട്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാരും എനിക്ക് അങ്ങനെ വർഷേച്ചി, ഞങ്ങളുടെ കൂടെ ഒരു വർഷേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയാണ് ആദ്യം ഈ പേരിട്ട്, പിന്നെ അത് വിളിച്ച് എല്ലാരും ഭയങ്കര പാവായിട്ട് സംസാരിക്കുന്നല്ലേ. പക്ഷെ ആള് മറ്റേ ഏത് പാട്ടായിരുന്നു? അത് പാടും. എനിക്ക് ലിറിക്സ് അറിയില്ല കേട്ടോ. ജലദോഷമാണ് കൊണ്ടോ ഞാൻ പാടുന്നത്. ആ സൗണ്ടില് പാടുന്ന. അയ്യോ, എനിക്കിങ്ങനെ വരില്ലല്ലോ, ഇങ്ങനെ പെട്ടെന്ന് പറയും. നോക്കൂല പാടിക്കോ. നിങ്ങൾ എന്റെ കൂടെ പാടൂലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒരു കിന്നര ഗാനം മൂളി അഗ്നി പാടാലും പാട്ട്. ഒരു കിന്നര ഗാനം മൂളിയ കുയിലിന് മെല്ലെ ഇരുന്ന് മാനത്തമ്പി നിലാവേ പോ. കൂടെ രസങ്ങൾ ഇടുന്നുണ്ട്. എനിക്കെന്തേ അറിയുള്ളൂ. രസങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിലെല്ലാവരും നമ്മളിങ്ങനെ സംസാരിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ 2 പൂച്ചക്കുട്ടികൾ ആളുടെ മറവിലിരിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് കാണുന്നില്ല. എന്താ മിണ്ടാതിരിക്കണേ? ആൾക്ക് എന്താ ആക്സിഡന്റ് ഒക്കെ പറ്റിയിരിക്കുക അല്ലെ? സ്കൂട്ടറിൽ നിന്ന് വീണു. മാസനെ കൂടി വഴി പോയതാണോ? അല്ല, ഞാൻ ക്ലാസ് എടുക്കാൻ പോയത്. അപ്പൊ ആ ചേച്ചിയുടെ വീടും ഞാൻ ക്ലാസ് എടുക്കണതിന്റെ അടുത്താ. അപ്പൊ സ്കൂട്ടിയിലാ പോയപ്പോ സ്കിഡായി പോയി. അപ്പൊ അതായിരുന്നു. എന്ത് സംസാരിക്കും പറയാനുള്ളൊക്കെ ഇവിടെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഒന്നും പറയാ. അക്കും ഞങ്ങളുടെ കൂടെ എംഎക്ക് വന്നതാ. ഇവരൊക്കെ അമ്മയ്ക്ക് വന്നവരാ. നിങ്ങളാണ് 5 years ആയിട്ട്. ഓക്കെ. മച്ചാനും പിള്ളേരിലേക്ക് വരുമ്പോഴേ എങ്ങനെ ഇവരുടെ കൂട്ടത്തിലേക്ക് എത്തിപ്പെട്ടെ? ഞാൻ PGക്കാണ് ജോയിൻ ചെയ്തത്. കലാമണ്ഡലത്തിലായിരുന്നു ഡിഗ്രി. അപ്പൊ അവിടുന്ന് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കില്ല. ഇവര് ഭയങ്കര തെറിച്ച പോലെയായിരുന്നു. ഞാൻ അങ്ങനെ അതുമായിട്ട് വളരെ വെറൈറ്റി വേറെ ഒന്നിനും ഞാൻ അങ്ങനെ നിൽക്കലില്ല. ഇവിടെ വന്നപ്പോൾ ഇവര് വിളിച്ച് അങ്ങനെ വീഡിയോ ചെയ്ത് ഇവരങ്ങോട്ട് വന്ന് വിളിച്ചാണോ? ഇങ്ങോട്ട് വന്ന് പഠിപ്പിക്കും. ചേച്ചി വാ പഠിക്കാം പറഞ്ഞ് വിളിക്കും. അങ്ങനെ ചെയ്ത്
കഴിവില്ലെങ്കിൽ അവർ കഴിവാക്കി മച്ചാന് സെറ്റ് മച്ചാനും ആദ്യം കഴിവില്ലായിരുന്നു. ഡിഗ്രിക്ക് ഒട്ടും കളിക്കില്ല, എന്നാലും ഡീസന്റ് ആയിട്ട് പിറകെ നിന്നിട്ട് ബാക്കിയുള്ളവർ കൊണ്ട് കളിപ്പിക്കായിരുന്നു. പിന്നെയാണ് നന്ദു അപ്പോഴും ഈ ക്ലാസിക്കൽ സാധനം പിടിച്ചിട്ട് ഇല്ല കൃഷ്ണ എനിക്ക് അറിയില്ല. പിന്നെ കിട്ടൂല, പറക്കും ഞാൻ സ്റ്റേജില്. ഇപ്പൊ നല്ല പ്രാക്ടീസ് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും. ഒരു സ്റ്റെപ്പൊക്കെ പഠിക്കുകയാണെങ്കിൽ രാത്രി ഒക്കെ നന്ദു ഇങ്ങനെയല്ലേ കഷ്ടപ്പെടും. അതേപോലെ ഇപ്പൊ നന്നായിട്ട് ചെയ്യും കേട്ടോ. ക്ലാസിക്കൽ ടച്ച് ഒന്നും ഇല്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ കളിച്ച് വരുമ്പോഴത്തേന് ഇവള് ഭയങ്കരാണ്. ഞങ്ങളൊക്കെ കുറച്ച് എനർജി എടുത്ത് വരുമ്പോഴത്തേന് ഇവളുണ്ടോ ചാടുന്ന മുടിയൊക്കെ കൂടി ഈ ഇവര് ഫസ്റ്റ് ടൈം കാണുമ്പോഴേ നിങ്ങൾ PG ജോയിൻ ചെയ്തേ, അപ്പൊ ആദ്യത്തെ ഒരു ഇംപ്രഷൻ എന്തായിരുന്നു ഈ പിള്ളേരെ കുറിച്ച്? ഇങ്ങനെ റീൽ അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല, ഇവരങ്ങനെ ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ വന്ന പാട് തന്നെ ഫസ്റ്റ് നമുക്ക് കളരി ചെയ്യേണ്ട ഐറ്റംസ് പഠിപ്പിക്കുക, ഓടിച്ചെന്ന് വാ പഠിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ചു. പിന്നെ വീഡിയോ ചേച്ചി വരുമോ, ചേച്ചി വാ നമുക്ക് പഠിക്കാം ചെയ്ത് എനിക്കറിയില്ല ഇതൊന്നും ചെയ്യാൻ. പക്ഷെ ഇവരെന്നെ പഠിപ്പിച്ചു, അടിപൊളിയാണ്. എന്തായിരുന്നു മിഥുനയുടെ ഒരു റിയാക്ഷൻ? ഇഷ്ടമല്ലായിരുന്നു എനിക്ക് കുട്ടികള്. അങ്ങനെയല്ല, ആദ്യം കാണുമ്പോ എനിക്ക് അങ്ങനെ ആദ്യം പരിചയമില്ല, എനിക്ക് ആകെ വർണ്ണ മാത്രമേ കൂട്ടുണ്ടായുള്ളൂ. എനിക്ക് ഇവരെ അറിയില്ലല്ലോ, ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവരെ അങ്ങനെ മൈൻഡും ചെയ്യില്ലായിരുന്നു, വർണ്ണയുടെ കൂടെ തന്നെ. പിന്നെ പതിയെ ഇങ്ങോട്ട് വന്നു തുടങ്ങി, പിന്നെ ഞാനും അങ്ങോട്ട് ആയി തുടങ്ങി. പിന്നെ ഓട്ടോമാറ്റിക്കലി കമ്പനി ആയി, കുഴപ്പമില്ലാണ്ടായി. ഇഷ്ടമാണ്, കുഴപ്പമില്ല, എന്നാലും അങ്ങനെ പറയുള്ളൂ. എനിക്കിഷ്ടം. ഇഷ്ടമാണോ? കുഴപ്പമില്ലേ? ഇഷ്ടാണ്, പക്ഷെ കുഴപ്പമില്ല. മച്ചാൻ കരയും ഇപ്പൊ. എന്തെങ്കിലും പറയാനുണ്ട്? പറ. ഞാനിവിടെ നിർത്തി പിടിക്കാൻ ആളില്ല. ധനലക്ഷ്മി ഇവരെ കണ്ടപ്പോ ആദ്യം എന്താ തോന്നിയത്? ഞാൻ ഡിഗ്രിക്ക് തൊട്ട് എനിക്ക് ഓക്കെ. അപ്പോ പക്ഷെ ഇവര് വേറെ ക്ലാസ് ആയിരുന്നു, ജൂനിയേഴ്സ്. എനിക്ക് അങ്ങനെ ചില പിള്ളേർ മാത്രം കണ്ടിട്ടുള്ളൂ, പക്ഷെ എല്ലാവർക്കും ജാടയെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഇവര് അങ്ങനെ തന്നെ പറയാം, ധനലക്ഷ്മി ചേച്ചിക്ക് ഭയങ്കര ജാടയാണ് എന്നൊക്കെയാ പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്കിതിൽ 2-3 പിള്ളേരെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിൽ കൂടുതൽ അറിയണത് അനുവിനായിരുന്നു, അവള് മാത്രമേ എനിക്ക് അറിഞ്ഞിരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ജാടയാണ്, ഭയങ്കര ദേഷ്യമായിരിക്കും, പോസാന്നൊക്കെ വിചാരിച്ചത്. ഞാൻ PGക്ക് വന്നപ്പോഴാണ് പിന്നെ ഇവരെ കൂടെ കയറിയത്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് വന്നപ്പോ തന്നെ ഇവരെന്നെ എല്ലാരും കൂടി വന്ന് സംസാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചാ 2 ദിവസം ഉണ്ടാവുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഡിഗ്രിക്കൊക്കെ എനിക്ക് ഭയങ്കര ഒരു കുട്ടീനായിട്ട് തന്നെ കമ്പനി ഉണ്ടായിരുന്നുള്ളൂ. ഇത് എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നേ. പിന്നീട് ഞാൻ വിചാരിച്ചു ഇത് ഇത്ര നാളുണ്ടാവുള്ളൂ വിചാരിച്ച. പക്ഷെ ഈ ഒരു നിമിഷം വരെ കൈ വിട്ടിട്ടില്ല. ഇമോഷണൽ. ഓക്കെ, നമുക്ക് എന്തായാലും ചെറിയൊരു ടാസ്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോ ടാസ്ക് എന്താന്ന് വെച്ചാല് ഇതിൽ ഞാൻ കുറച്ച് ടൈറ്റിൽസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അത് എടുക്കുക, എന്നിട്ട് വായിക്കില്ലേ, അപ്പൊ അത് ആർക്കാണ് കറക്റ്റ് ആപ്റ്റ് ആവുന്ന അവരുടെ കയ്യിൽ കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ തരുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ടൈറ്റിൽ നിങ്ങൾ കയ്യിൽ തന്നെ വെക്കണം. ഓക്കെ, വായിക്കണം. മോശമൊന്നല്ല വായിച്ച. റൊമാൻറ്റിക് ആരാ? ഞാൻ തന്നെ എല്ലാരും കൂടി. എനിക്ക് തോന്നി കൃഷ്ണേന്ദുവിന്റെ മുഖം കണ്ടപ്പോ ഇനി അടുത്ത ആളെടുക്ക്. അൽ സിംഗർ. സിംഗറിനൊരു പാട്ട് കേട്ടല്ലോ. ഓക്കെ, അൽ സിംഗർ ടൈറ്റിൽ കിട്ടിയ സ്ഥിതിക്ക് മിഥുന നമുക്ക് വേണ്ടി അൽ പാട്ട് പാടിക്കും. സഖിയേ നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോട്
പ്രിയനേ നിൻ ഹൃദയ താളത്തിൽ നിൻ പൊൻവാക്കുകളിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം സ്നേഹം. കറക്റ്റ് ആൾക്കാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ റൊമാൻറ്റിക് ടൈറ്റിൽ കിട്ടിയില്ലേ, ആളെ കൊണ്ട് പാട്ട് പാടിച്ചില്ലേ, അപ്പൊ കൃഷ്ണേന്ദുവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണ്ട. റൊമാൻസ് അന്ന് റൊമാൻസ് ആയിട്ട് എന്തെങ്കിലും ഡയലോഗ് പറ. ഓക്കെ, നമ്മുടെ കൃഷ്ണേന്ദുവിന്റെ റൊമാൻറ്റിക് പെർഫോമൻസ് നമ്മൾ കാണാൻ പോവാണ്. എടുത്തോളൂ, കിട്ടിയതൊക്കെ കയ്യിൽ വെക്കണേ. അത് എനിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുളിക്കാൻ ഇപ്പൊ കുളിക്കാണ് കാണിച്ചാ പറയാൻ പറ്റില്ലല്ലോ. ഇനി കുളിക്കാണോ? പിന്നെ ഞാൻ ചോദിച്ചത്, അയ്യോ ഇതൊക്കെ 4 നേരം കുളിക്കുന്നവരാണല്ലോ. കയ്യിൽ വെച്ചോ. അടുത്തത് പാസ്. മൈക്ക് മൈക്ക് മൈക്ക്. ഉറക്കം വായിക്കും. ഏറ്റവും വലിയ തേപ്പ് കിട്ടിയത് ആർക്കാ? തേപ്പ് തേപ്പ് അയ്യോ തേപ്പ് കിട്ടിയതോ? കിട്ടിയിട്ടില്ല. കൊടുത്തത് ആരാ? സ്വയാണോ? കയ്യിലിരുന്ന സ്വന്തം കേട്ടോ, വേഗം കൊടുക്കണം. തേപ്പ് അങ്ങനെ ആരും കൊടുത്തിട്ടില്ല. മച്ചാൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നണം. ഇല്ല, ഞാൻ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ടൈം ഷെഡ്യൂൾ ആരും വിഷമിക്കാറില്ല. അതില്ല. തേപ്പ് അങ്ങനെ എടുത്തോട്ടെ. അന്ന് മോള് മിഥുനേച്ചി എടുത്തോട്ടെ, സ്വന്തം എടുത്തോ. എടുത്തോ. ആരല്ലല്ലോ, അപ്പൊ സ്വന്തമായിട്ട് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ്. കൂടുതൽ ടേക്ക് പോകുന്നത് എന്താ ഏറ്റവും കൂടുതൽ ടേക്ക് പോകാറുണ്ടോ? എനിക്ക് അങ്ങനെ ടേക്ക് എടുത്ത് ശരിയാക്കണം. ഓക്കെ ഓക്കെ, ഒരുപാട് തെറ്റിച്ചിട്ട് പെർഫെക്റ്റ് ആക്കാൻ. കള്ളം, നല്ലതാ. പറയട്ടെ, ഹൃദയം ആരാ? എടുത്ത ആള് തന്നെയാന്ന് തോന്നണം. അപ്പൊ കേട്ടിട്ട് കൊടുത്തു. എനിക്ക് തോന്നിയ ആളാട്ടോ. സാരില്ല, അതെനിക്കും തോന്നിയായിരുന്നു. പാവ. അതെന്താ കൊടുക്കാൻ കാരണം? ശരിക്കും പാവ ഇഷ്ടമല്ല. എത്ര ദേഷ്യപ്പെട്ടാലും ഇങ്ങനെയാ. പറഞ്ഞിട്ട് കണ്ണതൊക്കെ വെള്ളം വരിക ചെയ്യാ. അത്രയും ഭയങ്കര അയ്യോടാ, അതെ ഇപ്പൊ തന്നെ കണ്ണൊക്കെ. ഓക്കെ, അടുത്തത് ചളിയടി. മച്ചാനായിരിക്കും, പക്ഷെ ആളെ ഏറ്റവും കുറവാ മിണ്ടുന്നൊക്കെയാ. ആയതുകൊണ്ടാണ് അവള് മിണ്ടാണ്ടിരിക്കുന്നത്. എങ്ങനെ വരാതിരിക്കും അല്ലേ? ഓക്കെ, അടുത്തത്. അത് മാനുവിന് കൊടുക്കും. മണ്ടത്തരങ്ങൾ മാത്രം ചെയ്യുന്ന ആള്. ഇത് ഞങ്ങൾക്കുള്ള ചോദ്യം എല്ലാം തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. മണ്ടത്തരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്നാലും എന്തെങ്കിലും കൊണ്ടുതരാം. ചേച്ചക്ക് ആ പാട്ട തരുമോ? ഇത് തരുമോ? കുടുക്ക്. കൊറേ വേണം. ഇപ്പൊ രണ്ടായിട്ടുള്ളൂ. മച്ചാൻ ചെയ്തൊരു മണ്ടത്തരം വരാം. ഞാനേ ഒരു മണ്ടത്തിനാണ് എന്റെ ഞങ്ങൾക്കുള്ളതല്ല, ഇത് നമുക്കുള്ളതല്ല. പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് മുദ്രകളൊക്കെ ചെയ്യുന്ന. ശരിക്കും വന്നിട്ടില്ല ആള്. ഇല്ല അല്ലേ? പിള്ളേര് കൊടുക്കണം, കീറി കൊടുത്തോ എല്ലാവർക്കും. എല്ലാ ചളി ചെയ്യണമെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കും, നന്നായിട്ട് പഠിക്കും.
ഏറ്റവും വലിയ കോഴി. രണ്ടെണ്ണം കൂടി ഉണ്ട്. ഓക്കെ അല്ല ഒരു മിനിറ്റ്, എന്തുകൊണ്ട് കോഴി എന്ന് പറഞ്ഞു? കോഴിത്തരം കാണിച്ച ഒരു സാഹചര്യം. എവിടെ പോയാലും കണ്ണുകൊണ്ട്. എനിക്ക് ഐ കോണ്ടാക്ട് നമ്മുടെ അജിൻ തോന്നുന്നു ഐ കോണ്ടാക്ട് ഇട്ട് കാണണം. അജിൻ എവിടെ പോയി? അങ്ങനത്തെ ഐക്കോണ്ട എന്നെ നോക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് അവർക്ക് ക്രഷ് അടിക്കുമ്പോ എനിക്ക് ഇഷ്ടമായിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ അത് ഇങ്ങനെ കിടക്കും. പിന്നെ നമുക്ക് ആ ഒരു പെർഫോമൻസ് ആണ്. ഇപ്പൊ അവിടെ ഒരു ക്രഷ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുവരെ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് വളഞ്ഞിട്ടില്ല. സിംഗിളാ. എങ്ങനെ പെണ്ണിനെ വളയ്ക്കാം? 2 എക്സാമ്പിൾ പറയാം. വളച്ചതാ അല്ല, എങ്ങനെ വളയ്ക്കാം എന്നുള്ളത് കണ്ടിരിക്കുന്ന ആൺകുട്ടികൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ. നമ്മളിങ്ങനെ നോക്കൂലേ, നമ്മള് പെണ്ണുങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ നോക്ക് അങ്ങനത്തെ ഒരു സാധനം നോക്കണം. നോക്ക് പ്രലോഭിപ്പിക്കണം. ഞാൻ നോക്കിട്ട് മൈൻഡ് ആക്കാണ്ടിരിക്ക നോക്കുക. അപ്പൊ അവരെന്തെങ്കിലും കാണിക്കൂല, ഒരു ഹായ് കാണിക്കുമ്പോ അവർക്ക് പിന്നെ കാണിക്കാൻ. ടീച്ചേഴ്സിനെ കാണുന്നത് അമ്മന്റെ ഫോണൊക്കെ വാങ്ങിയിട്ട് രണ്ടാമത്തെ അത്. പിന്നെന്താ നേരെ പോയി ചോദിക്കോ? പേര് ചോദിക്കും. ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കാറില്ല. അവരിങ്ങടെ എന്താ ഞാൻ വരുത്തും. എങ്ങനെ നോക്കി അവര് ബാംഗ്ലൂർ പോയി അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ചേട്ടൻ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോ അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ നോക്കുമ്പോ ഞാൻ ഡീസന്റ് ആവും. പിന്നെ എങ്ങനെയൊക്കെ ആവും. പിന്നെ നോക്കി അപ്പൊ ഈ ചേട്ടനെ നോക്കി അപ്പൊ ഈ ചേട്ടൻ ഞാൻ ന്യൂട്രല് തരിക. അപ്പൊ ഞാൻ തെരഞ്ഞപ്പോ ചേട്ടൻ പുറകെ വരുന്നത്. പുറകെ നോക്കി ചെറിയ ടെൻഷൻ ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ സാധനമൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇത് മതിയോ ഇത് എടുക്കാം ബ്രെഡ് അവിടെ പോണം എടുക്കാം എന്ന് നല്ല ആറ്റിറ്റ്യൂഡ് ഒക്കെ. അപ്പൊ ഈ ചേട്ടൻ നോക്കിങ്ങനെ പിന്നെ ആള് വന്നിട്ട് എന്തോ ചോദിച്ചു, എന്തോ തെലുങ്കിലാ ഇംഗ്ലീഷിലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞപ്പോ ആളിങ്ങനെ ആന്ന് പറഞ്ഞു. ഇവര് വന്നിട്ട് ആള് ഇങ്ങനെ ഹായ്. അപ്പൊ നോക്കുമ്പോണ്ട് അവളോട് ഇവളോട് കൃഷ്ണൻ നീ എന്റെ കൂടെ ഞാൻ കുറച്ച് ചീത്തൊക്കെ പറഞ്ഞു. അപ്പൊ ആളിങ്ങനെ എന്റെ അടുത്ത് ഞങ്ങളവിടെ ഇരുന്നു. അപ്പൊ ഈ സങ്കടമായി, കാരണം അവൻ എന്നെ തേച്ചില്ലേ. അപ്പൊ ഈ സങ്കടം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. അപ്പൊ എന്റെ ആള് വന്നിട്ട് ഫോൺ എടുത്തിട്ട് മൈ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൻ യു പ്ലീസ് ചെക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എങ്ങനെ ഇങ്ങനെ ആളോട് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ആള് ഫോളോ ഒക്കെ നിൽക്കുമ്പോ ഇങ്ങനെ താങ്ക് യു. പിന്നെ ആള് പോയി. പിന്നെ വെച്ച് ആൾ ഇങ്ങോട്ട് വന്നപ്പോ വെച്ച് മിഠായി കൊണ്ടുവന്നു. ഞാൻ എനിക്കാണ് ക്ഷണിക്കായിരുന്നില്ല. എന്നിട്ട് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചു. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആള് സംസാരിക്കുന്നില്ല. ആള് വെറുതെ പാർട്ടിസിപ്പേറ്റിംഗ് ഇത് മാത്രം ദേഷ്യം വരുമല്ലോ. ഞാൻ എന്തായിട്ടെന്ന് ശേഷം അങ്ങനെയൊക്കെ ചോദിക്കും ആളുകളെ വേറെ ഫ്രം ഐ എം ഫ്രം കർണാടക. അപ്പൊ ഓക്കെ എനിക്കിഷ്ടായി. വേറെ നോക്കിയോ സദ്യ. ഓക്കെ അടുത്തത് 2 എണ്ണം കൂടി ഉണ്ട്. തൊലിക്കട്ടി കൂടുതലുള്ളത് കൊടുത്തോളൂ. നോക്കി എല്ലാവർക്കും ഉണ്ടല്ലോ തൊലിക്കട്ടി. ആ കട്ടില്ലത് ഇത്രയും കഥ കേട്ടിരുന്നത് മനസ്സിലായില്ല. ഇരിക്കട്ടെ സന്തോഷായിരുന്നു കേട്ടോ. നന്മയോളി. നന്മയോളി അതെന്താ നന്മ? പരിശുദ്ധ. കണ്ണൂര് പരിപാടിക്ക് പോയി. അപ്പൊ ഉണ്ട് ഞങ്ങള് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്ന. അപ്പൊ മറ്റേ ഇതില്ലേ പേനൊക്കെ വെക്കണ അമ്മമാര് കുട്ടികളെ വിടൂലോ. അപ്പൊ കുട്ടി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കില്ല. അപ്പൊ ഉണ്ടാക്കി തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കണം. എന്റെ പറയുന്നു മച്ചാനെ ഒരു കുപ്പി വെള്ളം വാങ്ങി കൊടുക്കും. ബിസ്ലരി മാത്രം വെള്ളം വാങ്ങിട്ട് സഹിക്കാൻ പറ്റില്ല. തണ്ണിമത്തൻ ജ്യൂസ് അന്നേരം കഴിഞ്ഞു. വാങ്ങി കൊടുത്തൂടെ? പൈസ ഉണ്ടായില്ലല്ലോ മച്ചാനെ. വലിയ പേരെ കൊണ്ട് വരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങൾ മൈൻഡാക്കണ്ട നടന്നു. ഇവളിങ്ങനെ
എന്നിട്ട് ആ പേരെ കൊണ്ട് മാത്രമേ എഴുതൂ. കാരണം ആ കുട്ടിയുടെ വാങ്ങിയതല്ല. പാവല്ലേ? അതെ. ഓക്കെ, അപ്പോ മച്ചാന്റെ ആഗ്രഹപ്രകാരം ടൈറ്റിൽ എത്ര എണ്ണം കിട്ടി? 5. ഓക്കെ, നമ്മുടെ ടാസ്കിന്റെ ഒരു സീക്രട്ട് എന്താന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ ടൈറ്റിൽ കളക്ട് ചെയ്യുന്ന ആളാണ് ടൈറ്റിൽ വിന്നർ. അപ്പൊ അവർക്ക് നമ്മളുടെ വക ഒരു ടാസ്ക് കൊടുക്കും. റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ പാട്ടും ഡാൻസും ടാസ്ക് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവര് ഡാൻസേഴ്സ് ആണ്, ഡാൻസിന്റെ ബേസിക് ആണ് നവരസങ്ങൾ. അപ്പൊ ഇവരെ കിട്ടിയിട്ട് നമ്മൾ അത് കാണാതെ പോയാൽ അത് വലിയ നഷ്ടമായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് അതിന്റെ ഇവരുടെയൊക്കെ ഒരു രസങ്ങൾ നേരിട്ട് കാണാന്ന് വിചാരിച്ചു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശൃംഗാരം. മതിയാ? കരുണം. അടിപൊളി അടിപൊളി. വീരം. കയ്യോ. രൗദ്രം. പിടിച്ചു പിടിച്ചു പിടിച്ചു. ഹാസ്യം. ഓക്കെ, ഭയാനകം. എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ബീഭത്സം. മച്ചാന്റെ മുഖത്ത് എല്ലാ എക്സ്പ്രഷൻ വരുന്നുണ്ട്. അടുത്തത് അത്ഭുതം. അതിന്റെ ഇടയിൽ കൂടെ അയ്യോ ചെയ്യുമ്പോ ഇങ്ങനെ വരുമോ? എന്താ ഓക്കെ, ശാന്തം. അടിപൊളി. തീർന്നടാ. ശൃംഗാരം. ഓക്കെ, ഇനി ഞാൻ തന്നെ കണ്ടെത്തിയ 3 രസങ്ങൾ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു 3 എക്സ്പ്രഷൻ ചെയ്യാം. മച്ചാൻ ഒരെണ്ണം ചെയ്. മച്ചാൻ കണ്ടുപിടിച്ച് ഒരെണ്ണം ചെയ്. പേര് കേട്ടോ. എനിക്കൊന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യല്ലേ? എനിക്കറിയാം. അത് ചെയ്താ മതിയോ? ഓക്കെ, മിഥുനായിട്ട് ചെയ്യാം. മിഥുനാട്ടോ. തുടങ്ങിയ തൊല്ലായല്ലോ ഇത്. വയനാട്ടില് അത് പറയാം. ഏറ്റവും നല്ലത് വയനാട്ടിലത്തെ ആ നല്ല ചെടികളൊക്കെ വെച്ചിട്ട്. അടുത്തത് മീരനെ കാണിക്കാം. മീര വന്നിട്ടില്ല, പക്ഷെ മീരനെ കാണിക്കാം. ദേഷ്യം വന്നാട്ടാ.
മച്ചാനെ ഞാൻ വരാം. അമ്മ മച്ചാൻ വരാന്ന് പറഞ്ഞില്ലേ? എനിക്ക് ചോറ് ഫുള്ള് പറയില്ല. ഓക്കെ, അടുത്തത് ഒരാളും കൂടെ. ഇവിടെ ഇരിക്കണ ആരെങ്കിലും ഇവിടെ ഇരിക്കും. ഇദ്ദേഹത്തെ പറ്റോ? എപ്പോഴും ഞാൻ എനിക്ക് തോന്നി കളി വെക്കാറുള്ളൂ. എന്താ കളിയാക്കുന്നത്? കാടാണ കളിച്ചാലോ? എന്താ ഇപ്പൊ ചെയ്ത് അതാണ് സ്റ്റെപ്പ് കളിക്കട്ടെ. കളിക്കുമ്പോ തെറ്റും. അങ്ങനെ ഭയങ്കര ആക്ടറൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സെഷൻ വൈൻഡപ്പിലേക്ക് വരാണ്. അങ്ങനെ മച്ചാനും പിള്ളേരെ നമ്മൾ കണ്ടു, മച്ചാനെ നമ്മൾ കണ്ടു. സൂര്യനന്ദനയാണ് ഇവരുടെ സ്വന്തം മച്ചാൻ. അപ്പൊ എന്തായാലും മച്ചാനും പിള്ളേരും നല്ല അടിപൊളിയാണ്, ഡാൻസസ് ഒക്കെ സൂപ്പറാണ്. പിന്നെയും അടിപൊളിയായിട്ട് പോട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.